എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ചിക്കൻ മസാല ഉപയോഗിച്ച് നാടൻ കോഴി, ഞാൻ സ്കിന്നോട് കൂടിയ നാടൻ കോഴിയാണ് ഉപയോഗിക്കുന്നത്, വളരെ എളുപ്പത്തിലൊരു കോഴിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ ഈ നാട്ടുകോഴി തന്നെ ചിക്കൻ മസാല ഇല്ലാതെ നമ്മുടെ സാധാരണ പൊടികൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇത് നല്ല കൊഴുപ്പോടുകൂടി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് 1 കിലോ നാട്ടുകോഴിയാണ് എടുത്തിരിക്കുന്നത്. സ്കിന്നോട് കൂടിയ നാടൻ കോഴിയാണ് എടുത്തിരിക്കുന്നത്. കഴുകി കൊണ്ടുവന്ന് നമുക്കിതൊന്ന് പ്രഷർ കുക്കറിൽ കുറച്ചൊന്ന് കുക്ക് ചെയ്യാം. നല്ല വേവാണ് നാട്ടുകോഴിക്കൊക്കെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്നത് വെന്തിരിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ബേ ലീവ്സും 2 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കാം. ഇതിത്രയും ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് സഹായിക്കും. മീഡിയം ഫ്ലെയിമിൽ 2 വിസിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ 2 വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം. ഞാൻ ഇന്ന് ചിക്കൻ മസാല ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ മസാലയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. 1 കിലോ ചിക്കന് നമ്മൾ 4 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു ചെറിയ തക്കാളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളകാണ്, എന്നാലും നല്ല സ്പൈസി ആയിരിക്കും. അതുകൊണ്ട് സ്പൈസ് കുറവ് വേണ്ടവർ 1 പച്ചമുളക് യൂസ് ചെയ്താൽ മതിയാവും. ഇതുകൂടാതെ നമുക്ക് 2 വലിയ ഇഞ്ചി കഷ്ണം വേണം, ഒരു 8-10 വെളുത്തുള്ളി വേണം. ഇതിത്രയും നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി ഒന്ന് മുറിച്ചിട്ടിട്ട് വേണം നമ്മൾ ചതച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല എളുപ്പത്തിൽ ചതഞ്ഞ് കിട്ടും. ഇനി നമുക്കൊരു ചെറിയ കടായിലേക്ക് എണ്ണയും നെയ്യും ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 പട്ട, 1 ഗ്രാമ്പു, 2 ഏലയ്ക്ക, 1 നുള്ളു പെരിഞ്ചീരകം, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തീയിൽ ഒരു മണം വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു മണം വരുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിത്രയും നമുക്ക് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആവുന്നവരെ നമുക്ക് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. 1 കിലോ ചിക്കന് 5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാല ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒരു 30 സെക്കൻഡ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 വിസിലടിച്ച നാട്ടുകോഴിയാണ്. നല്ല വേവുള്ളത് കൊണ്ട് ഇനിയും നമുക്ക് ഒരു 5-6 വിസിലിനും കൂടെ അടുപ്പിക്കണം. പിന്നെ ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളി വഴറ്റിയത് മസാലയും കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു 5-6 വിസിലിന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓരോ ചിക്കൻ്റെയും അനുസരിച്ച് വേവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ 5 വിസിൽ ഇങ്ങനെ ഇരുന്ന് അടിച്ചപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല നേർത്ത് ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയുള്ള നല്ല ഭംഗിയുള്ള രുചിയുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.